ഇന്ന് ഞാൻ നാടൻ മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി കുറച്ച് മത്തി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മീൻകറിക്കുള്ള ചേരുവകൾ തയ്യാറാക്കാം. അതിനായി ഇഞ്ചി ഒരു പീസ്, വെളുത്തുള്ളി 4 അല്ലികൾ, ചെറിയ ഉള്ളി 10 എണ്ണം ഇതേപോലെ ചതച്ചെടുക്കാം. കുറച്ച് പച്ച കുരുമുളക് കൂടി ചതച്ചെടുക്കാം. പച്ചമുളക് 3 എണ്ണം, തക്കാളി ഒരെണ്ണം ഇതേപോലെ അരിഞ്ഞു വയ്ക്കാം. ഇനി മീൻകറിക്കുള്ള മറ്റ് ചേരുവകൾ തയ്യാറാക്കാം. അതിനായി ചുവന്ന മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 4 ടേബിൾ സ്പൂൺ, ഉലുവപ്പൊടി 1 ടീസ്പൂൺ. ചൂടായ ചട്ടിയിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ എന്നിവ ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം. അതിലേക്ക് ചതച്ചു വെച്ച ചെറിയ ഉള്ളി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നു. ഇപ്പോ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നേരത്തെ എടുത്തു വെച്ചിരുന്ന പൊടികളും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ കുറച്ച് കുടംപുളി നേരത്തെ എടുത്ത് വെച്ചിരുന്നു. അത് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളവും കറിവേപ്പിലയും ചേർത്ത് അടച്ചു വെച്ച് നന്നായി ഒന്ന് തിളപ്പിക്കാം. കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മത്തി കൂടി ചേർത്ത് സ്ലോ ഹീറ്റിൽ നന്നായി കുക്ക് ചെയ്യാം. മത്തിക്കറി നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് ഒരു 10 മിനിറ്റ് കൂടി പാകം ചെയ്യാം. ഇപ്പോ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ്സിൽ പറയുമല്ലോ.